അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് എൻ്റെ മുഖത്ത് വലിയൊരു സീരിയസ് ആയിട്ട് ചിരിയും കളിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കും. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ലേറ്റായി. ഞാൻ വെച്ചു നല്ല കുട്ടിയായിട്ട് നേരത്തെ എണീറ്റിട്ടൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ശീലമില്ലാത്തതുകൊണ്ട് നേരം വൈകിപ്പോയി. അപ്പോൾ ട്യൂഷൻ ഉണ്ടല്ലോ, മോർണിംഗിലാണ് ട്യൂഷന് പോകുന്നത്. അപ്പോൾ നല്ലോണം ലേറ്റായിട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് ആ ധൃതിയിൽ എന്തൊക്കെയോ കിടന്ന് തപ്പുന്നുണ്ട്. വാച്ചും സ്ക്രഞ്ചീസൊക്കെ പല പല ഭാഗത്തായിട്ട് കിടക്കുന്നത്. അപ്പോൾ അതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മമ്മി പറയുന്നുണ്ട് അതെടുത്ത് പോക്കറ്റിലിട്, ബസ്സിലിരുന്നിട്ട് അതൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ആക്ച്വലി വീഡിയോയിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് മോർണിംഗ് തൊട്ടേ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ നമുക്ക് ഇൻഷാല്ലാത്ത് വേറെ ഡേ ഇൻ മൈ ലൈഫിലൊക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ലേറ്റ് ആയിരുന്നു. ഈ വെപ്രാളം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ലേറ്റ് ആയിരുന്നു. പക്ഷെ എന്നാലും വെപ്രാളം പെടുന്നുണ്ടെങ്കിലും എൻ്റെ എല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ട്യൂഷന് ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞാൽ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ എങ്ങനെയൊക്കെയോ കറക്റ്റായിട്ട് അവിടെ എത്തി. ബട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ, എത്രയൊക്കെ ധൃതി പിടിച്ചാലും മോർണിംഗിൽ ആ ഒരു ഫ്രഷ്നെസ്സിൻ്റെ ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ് ഇങ്ങനെ രാവിലെ എണീറ്റ് ഇങ്ങനെ ട്യൂഷനൊക്കെ പോകാൻ. നമുക്ക് ചില സമയത്ത് മടിയൊക്കെ തോന്നും, പക്ഷെ എന്നാലും അടിപൊളിയാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവളെ ബസ്സിൽ വെച്ച് കണ്ടു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ അവളോടാണ് കേട്ടോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വ്ളോഗ് എടുക്കുകയാണ്, ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മാത്രമായിരുന്നില്ല, അതിൻ്റെ ബാക്കിലും കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം ഉണ്ടല്ലേ, ഒരുവിധം എല്ലാവരുടെയും ലൈഫിൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. എനിക്കത് ഭയങ്കര മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണത്. അതായത് ട്യൂഷന് പോകുമ്പോൾ കുറച്ച് നേരത്തെ എത്തണം, അല്ലെങ്കിൽ ഷാർപ്പ് ടൈമിൽ എത്തണം. അങ്ങനൊരു മൈൻഡാണ് കേട്ടോ എനിക്ക്. പിന്നെ നേരം വൈകി എനിക്കൊരു സുഖവും ഉണ്ടാവില്ല. കറക്റ്റ് ടൈം നമ്മൾ കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുവിധം സ്റ്റുഡൻസൊക്കെ അങ്ങനെയായിരിക്കും തോന്നുന്നു, അല്ലാത്തവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ആ ട്യൂഷൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി സ്കൂളിൽ പോകണം, ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിച്ചിട്ട് അവരങ്ങനെ ഡയറക്റ്റ് സ്കൂളിലോട്ട് പോവുക ചെയ്യാം. അപ്പോൾ ഞാൻ ഫുഡ് ഏർലി മോർണിംഗ് തന്നെ കഴിച്ചിട്ട് പോവുക ചെയ്യാം കേട്ടോ. പിന്നെ എനിക്ക് ഇടയിൽ കഴിക്കാൻ എന്തെങ്കിലും ഞാൻ കയ്യിൽ വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകാൻ സത്യം പറഞ്ഞാൽ കുറച്ച് മടിയൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. കാര്യം +2 പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എന്തായാലും ഒരു മടി ഉണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് ട്യൂഷന് പോയി, പിന്നെ സ്കൂളിൽ പോയി, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് സ്കൂളിൻ്റെ അവിടേക്ക് എത്താറായിട്ടുണ്ട്. ഞാൻ കറക്റ്റ് ടൈമിൽ തന്നെ എത്തുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ലേറ്റ് ആവുമെന്ന് വിചാരിച്ചു, ബട്ട് അല്ല, കറക്റ്റ് ടൈമിൽ തന്നെ എത്താൻ പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മുടെ SPC ഗ്യാങ് ഉണ്ട്, ഷുപ്പു, സിമി, ഇവർ പിന്നെ SPCയിലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതിലൊന്നുമില്ല, എനിക്ക് അതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇവരിതിലുണ്ട്. എനിക്ക് കലോത്സവം കൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ എല്ലാം കൂടി പറ്റണില്ല. അപ്പോൾ അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് ഇവരുടെ കൂടെ തന്നെയാട്ടോ പോകാറില്ല. +1 അങ്ങനെയായിരുന്നു. അപ്പോൾ +2 അങ്ങനെ തന്നെയാണ്. ഇവരല്ലെങ്കിൽ പിന്നെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ, നിരഞ്ജനൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കൂടുതലും ഇവർ തന്നെയാണ് എൻ്റെ കൂടെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇവരുടെ കൂടെ ബസ് സ്റ്റോപ്പിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ രണ്ടുപേരും എനിക്ക് ഭയങ്കര കാര്യം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോൾ വ്ളോഗ് എടുക്കുമ്പോഴും എൻ്റെ കൂടെ തന്നെ ഇവരുണ്ടാവും. ഇവരെ മാത്രമല്ല, ക്ലാസ്സിൽ വേറെയും ഫ്രണ്ട്സ് ഉണ്ട്. ഇതെല്ലാവരും ഞാൻ വ്ളോഗ് എടുക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ സംസാരിച്ച് ചിരിച്ച് കളിച്ച് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അത് വേറെ തന്നെ ഒരു വൈബാട്ടോ. പക്ഷെ നമുക്ക് വൈബിന് അങ്ങനെ അത്തരം ഒരു ഫ്രണ്ട്സിനെ കിട്ടണം, എന്നാലാണ് അടിപൊളി ആവുള്ളൂ. ഇങ്ങനെ വ്ളോഗ് എടുക്കാനും സംസാരിക്കാനും ചിരിക്കാനും കളിക്കാനൊക്കെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് ഒന്നും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുക. അപ്പോൾ ഞങ്ങൾ 3 പേരും ചേർന്ന് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ബസ് സ്റ്റോപ്പിലേക്ക് എത്തണതേ അറിയില്ല കേട്ടോ. പിന്നെ അല്ലെങ്കിൽ പിന്നെ സീനിയേഴ്സൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അവർ പോയല്ലോ, അപ്പോൾ ഇപ്പോൾ ഞങ്ങളാണ് ഉള്ളത്. പിന്നെ സ്കൂളിൽ പ്രവേശനോത്സവമൊക്കെ ഉണ്ടായിരുന്നു. അതിങ്ങനെ കുഞ്ഞു പിള്ളേരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്തൊക്കെയോ അവിടെ വേറെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്താ അധികം ക്ലാസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പോൾ കുറച്ച് നേരം ആ പ്രോഗ്രാം കാണാൻ വേണ്ടി ഇരുന്നു. പിന്നെ കുറച്ച് നേരം ബോറടിച്ചപ്പോൾ ക്ലാസ്സിൽ തന്നെ വന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു. കാരണം ടീച്ചേഴ്സൊന്നും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവരോട് ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ബസ് കയറി. ഇനി എന്താ പ്ലാൻ എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് പെൻ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റേഷനറി ഷോപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ പെൻ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതാണെങ്കിൽ എല്ലായിടത്തും അവൈലബിൾ അല്ല കേട്ടോ. അപ്പോൾ ഈ ഷോപ്പിൽ അതുണ്ട്. അപ്പോൾ ഞാനത് വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് ഡയറക്റ്റ് കിച്ചണിലോട്ട് തന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പം എന്താ കുളിക്കുന്നില്ലേ, യൂണിഫോം ഒന്നും ചെയ്യുന്നില്ലേ എന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അതായത് കുളിക്കില്ല എന്നല്ല കേട്ടോ. ഞാൻ സ്കൂളിൽ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പ്രോട്ടീൻ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോകും. പിന്നെ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് അത് കഴിക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഫസ്റ്റ് സെറ്റാക്കണം, എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് കുളിച്ച് കഴിഞ്ഞിട്ട് അത് വന്നിട്ട് കഴിക്കാം. പിന്നെ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കുറച്ച് പ്രൊമോഷൻ്റെ വീഡിയോസ് എടുക്കാനുണ്ട്, അതൊക്കെ തന്നെയാണുള്ളൂ. പിന്നെന്താ
പിന്നെ ഇനിയിപ്പോ എന്തെങ്കിലും ഈ വീഡിയോയില് എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയില് ഇനി ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഇത് പാലില് ആഡ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കണം. നമ്മൾ ഓട്സ് ഒക്കെ കഴിക്കില്ല, അതേപോലെയാണ്. അപ്പോ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റാക്കണം. അപ്പൊ അങ്ങനെ പാലെടുത്തിട്ടുണ്ട്. ഞാൻ ഓട്സും കഴിക്കാറുണ്ട്. ഓട്സ് എനിക്ക് ആദ്യം ഇഷ്ടമുണ്ടായിരുന്നില്ല, ബട്ട് ഇപ്പൊ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇതൊക്കെ എല്ലാരും കുറെ പാല് കുറെ ഒഴിക്കും, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല പാലിന്റെ ടേസ്റ്റ് വരുന്നത്. ഞാൻ കുറച്ച് എടുക്കാറുള്ളൂ. മമ്മി എന്നെ ആ കാര്യമായിട്ട് എപ്പോഴും ചീത്ത പറയാറുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നീ എന്തിനത് കഴിക്കണേന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇത് സെറ്റ് ആക്കട്ടെ. അയ്യോ, ഭയങ്കര പേടിയാ. ഇപ്പോഴും ഒരു മാറ്റമില്ല. കാര്യം +2 ഒക്കെ ആയി, ഒരു മാറ്റമില്ല. ഇപ്പോഴും അന്നത്തെ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല, അതേപോലെ തന്നെ എത്ര പ്രാവശ്യം സത്യം ഭയങ്കര പേടിയാ. എന്തെങ്കിലും ഒരു ദിവസം മാറും വിചാരിക്കും. എന്റെ കാര്യം ഡൗട്ടാ, മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ പാല് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഉള്ളിലുണ്ടായിരുന്നത് ഇവിടെ. അതാണ്. അപ്പോ ഞാനിത് കഴിക്കുക എങ്ങനെയാന്ന് വെച്ചാൽ എന്റെ വിശപ്പിനനുസരിച്ചിട്ടാണ് കഴിക്കുക. എനിക്ക് വിശപ്പുണ്ടെങ്കിൽ ഞാൻ കുറെ എടുത്ത് കഴിക്കും. ഈ ഒരു മെഷർമെന്റിലാണ് ഇത് കഴിക്കുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമല്ല കേട്ടോ. എനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ ഇതന്നെയായിരിക്കും കഴിക്കുക. മമ്മി അങ്ങനെ കൂടുതലും എന്താ പറയാ, ബിസ്ക്കറ്റ്സ്, ലേസ് അതൊന്നും മമ്മി സപ്പോർട്ട് ചെയ്യില്ല, തീരെ സപ്പോർട്ട് ചെയ്യില്ല. മമ്മിക്ക് സത്യം പറഞ്ഞാൽ അതൊന്നും ഞാൻ കഴിക്കുന്നത് ഇഷ്ടമല്ല. വല്ലപ്പോഴും എനിക്കൊരു ടേസ്റ്റിന് വേണ്ടി വാങ്ങിച്ചു തരും. ഇപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് വിശക്കുന്നുണ്ട് പറഞ്ഞാൽ ചിലപ്പോ ഇത് ഉണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ ചിലപ്പോ പറയും പഴം എന്തെങ്കിലും എടുത്ത് കഴിക്കുക, പാലുടിക്ക്, ഷേക്ക് ഉണ്ടാക്കി തരാം, അങ്ങനെയൊക്കെ പറയുള്ളൂ. ബിസ്ക്കറ്റ്, ലേസ് എനിക്ക് വല്ലപ്പോഴും വല്ല ടേസ്റ്റിന് വേണ്ടി ഞാനിങ്ങനെ വാശി പിടിക്കുമ്പോൾ എനിക്ക് വാങ്ങിച്ചു തരും. അത്രേ ഉള്ളൂ കേട്ടോ. മമ്മി സത്യം പറഞ്ഞാൽ ഒന്നും വാങ്ങിച്ചു തരില്ല, വാങ്ങിച്ചു തരും. ഞാൻ പറയുമ്പോ ഒക്കെ വാങ്ങിച്ചു തരും, പക്ഷെ എന്നും കഴിക്കാൻ സമ്മതിക്കില്ല. എനിക്ക് അതിനോട് താല്പര്യമില്ല. അങ്ങനെ അപ്പോ ഇതൊക്കെ ആവുമ്പോ നമുക്ക് ഇഷ്ടമാണ്. പഴവും പാല് അതൊക്കെ എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ മമ്മി പറയുന്നുണ്ട് ഞാൻ വെറുതെ ചീത്ത കേൾക്കണ്ടെന്ന് വിചാരിച്ച് കഴിക്കുന്നതാണ്. സത്യം എനിക്ക് പഴവും ഇഷ്ടമല്ല, പാലും ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമല്ല. പിന്നെ കഴിച്ചല്ലേ വെച്ച് അങ്ങനെ. അപ്പൊ ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിലേക്ക് മിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് ഇനി കഴിക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഇതാ എന്റെ പ്രോട്ടീൻ ഫുഡ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി പോയി കുളിച്ചിട്ട് ഇത് നമുക്ക് വന്ന് കഴിക്കാം. അപ്പോഴേക്കും ഇതൊന്ന് സെറ്റ് ആവും കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് കുളിച്ചിട്ട് വരാം. അപ്പൊ അതുകൂടി ഇരിക്കട്ടെ. സ്കൂളിൽ പോയപ്പോ അങ്ങനെ വലിയൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചൊന്നും കേട്ടോ. അല്ലാതെ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോവാണ് അങ്ങനെ ഒരു ഇതൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ +2 ആയി. ഇനിയിപ്പോ സ്കൂൾ ലൈഫിലെ ലാസ്റ്റ് ജേർണിയാണ്. അതൊക്കെ ആലോചിച്ചപ്പോ ഒരു ഇതുണ്ട്, ലൈക്ക് ഇമോഷണലി ഒരു ഇത് തോന്നി. ഇപ്പൊ സ്കൂൾ ലൈഫ് കഴിയാറായല്ലോ അല്ലെ. എനിക്കെന്നെ വിശ്വാസമാണല്ലേ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ ഞാൻ ജനത്തിലായ പോലത്തെ ഫീലിംഗ് ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെന്താ പിന്നെ ക്ലാസ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. ക്ലാസ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാലും KG സെക്ഷനിൽ പ്രവേശനോത്സവം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളുടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോകും. പിന്നെ ഇപ്പൊ സീനിയറായി, കാണുമ്പോ സീനിയറായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ എന്നാലും അങ്ങനെ സീനിയറായി അങ്ങനെ എനിക്ക് ആ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. എന്താ ചോദിച്ചാൽ എനിക്കെന്നെ അറിയില്ല. എനിക്കൊന്നും കൂടി സത്യം പറഞ്ഞാൽ എനിക്ക് 10th ലൈഫായിരുന്നു ഒന്നുകൂടി അടിപൊളി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. +2 +1 പൊട്ടയാണെന്നല്ല, അങ്ങനെ. പിന്നെ ഒരു കാര്യം ഉണ്ടെന്ന്, ഞാൻ സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് സ്കൂളിൽ പോകുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുക? സ്കൂളിൽ പോകുന്നില്ല. പിന്നെ ഫ്രണ്ട്സ്. പക്ഷെ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഞാൻ ക്ലാസ്സിൽ പോയില്ലെങ്കിലോ ഇത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് എന്റെ ക്ലാസ്സിലെ പകുതി പിള്ളേരുടെ പേരൊന്നും എനിക്ക് അറിയില്ല. ഒരു സീരിയസ് സത്യമായിട്ട് ഇപ്പോഴും അറിയില്ല.
കാരണം ക്ലാസ്സിന് കറക്റ്റ് ആയിട്ട് പോകുന്നില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ അറിയില്ല. പക്ഷെ ഒരു എല്ലാവർക്കും എന്നെ അറിയാം, പക്ഷെ ഒന്നും എനിക്ക് ആരെയും അറിയില്ല. ക്ലാസ്സിൽ പിന്നെ എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് എല്ലാവരും ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഒരുവിധം ഗേൾസ് ഗ്യാങ്ങിന് ഒരുവിധം അങ്ങനെ അറിയാം. ബോയ്സിൽ അങ്ങനെ എല്ലാവരും അങ്ങനെയൊന്നും അറിയൊന്നും ചെയ്യില്ല. ഫസ്റ്റ് ഡേ എല്ലാവർക്കും ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോ പുതിയ ബാഗ്, എന്താ പറയാ, പുതിയ പൗച്ച്, പെൻസില്, പെന്ന്, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടാവും. പിന്നെ നമ്മൾ നേരം ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു. അതായത് പുതിയ ബാഗൊക്കെ വാങ്ങിക്കുമ്പോ എപ്പോഴും സ്കൂൾ തുറക്കാൻ 2 ദിവസം മുന്നേ ബാഗ് വാങ്ങിക്കും. എല്ലാ പ്രാവശ്യവും എനിക്ക് മമ്മി ബാഗ് വാങ്ങിച്ചു തരാറുണ്ട്. അപ്പൊ എപ്പോഴും ഒരുവിധം എല്ലാ വർഷവും എനിക്ക് ബാഗ് വാങ്ങിച്ചു തരാറുണ്ട് കേട്ടോ. അപ്പൊ ആ പുതിയ ബാഗിന്റെ അടുത്ത് ചെന്ന് നിൽക്കും. പിന്നെ പൗച്ചൊക്കെ ഒന്ന് തുറന്നു നോക്കും. പെൻസില്, റബ്ബറൊക്കെ അതൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ഫീലേ ഇല്ല. ഇപ്രാവശ്യം മമ്മി പുതിയ ബാഗ് വാങ്ങിച്ചു, ബട്ട് പുതിയ ബാഗ് വാങ്ങിച്ചു അത്രയേ ഉള്ളൂ. അല്ലാതെ ആ പുതിയ ബാഗ് സ്കൂള് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ സ്കൂളിൽ പോകാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് പോകുന്നത് മാത്രം. എനിക്ക് ചിലപ്പോ ഇനി ഇതിപ്പോ കഴിഞ്ഞാൽ ലൈക്ക് +1 +2 കഴിഞ്ഞാൽ ചിലപ്പോ മിസ് ചെയ്യായിരിക്കാം. എനിക്ക് അങ്ങനെ അത്ര മിസ്സിംഗ് ഒന്നും ഉണ്ടാവില്ല തോന്നുന്നുണ്ട്. സ്കൂളിൽ പോകുന്ന ആൾക്കാർക്കാണ് മിസ്സിംഗ് എന്തെങ്കിലും ഉണ്ടാവുക, പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയൊക്കെ തോന്നി. പിന്നെ ഇപ്പൊ എല്ലാരും ഇപ്പൊ ഞാനും സിമി ഷാബിയും ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെയിം ഫ്രണ്ട്സിനല്ലേ നമ്മള് പിന്നെയും കണ്ടുകൊണ്ടിരിക്കുക. 10th മാറുമ്പോ +1 വന്നപ്പോ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. കാരണം ഫ്രണ്ട്സ് ഒക്കെ മാറി വേറൊരു പുതിയ സ്കൂളിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യരുത്, അപ്പൊ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഞാൻ CBSE നിന്ന് സ്റ്റേറ്റിലോട്ട് മാറിയപ്പോ അപ്പോഴും എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. പുതിയ സ്കൂള്, പുതിയ ഫ്രണ്ട്സ്, പുതിയ ബാഗ്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല, ഇതിപ്പോ എല്ലാരും ഒരേപോലെ തന്നെ, എല്ലാവർക്കും വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ സത്യം പറഞ്ഞാൽ വെക്കേഷൻ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. +2 ആക്ച്വലി ക്ലാസ് തുടങ്ങണ്ടല്ലോ, പിന്നെ ചൂടൊക്കെ കാരണം ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ വെക്കേഷൻ ആയിട്ട് സത്യം പറഞ്ഞാൽ കിട്ടി. പിന്നെ വെക്കേഷൻ ഞാൻ എൻജോയ് ചെയ്തു. എന്റെ വെക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ എന്റെ ഹാപ്പിനെസ് ഇപ്പോഴും പറയുകയാണെങ്കിൽ എനിക്ക് ഡാൻസാണ്. എവിടെ ഡാൻസ് ഉണ്ടോ, എവിടെ ഡാൻസ് ക്ലാസ് പോകുന്നുണ്ടോ ഒക്കെ ഞാൻ ഹാപ്പിയാണ്. അതാണ് എന്റെ ഹാപ്പിനെസ്, അതാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ എനിക്ക് ഡാൻസ് ക്ലാസ് പോയി മാഷിമാരെ കാണുക, അമ്മലേട്ടനെ കാണുക, അതൊക്കെയാണ് എന്റെ സന്തോഷം. എനിക്കതാണ് എന്റെ ഹാപ്പിനെസ് സത്യം പറഞ്ഞതാണ്. അല്ലാതെ സ്കൂളിൽ പോകുന്നത് അതൊന്നും എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. എനിക്ക് ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം. മെയിനായിട്ട് ഡാൻസ് ക്ലാസ് പോകുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഡാൻസ് ക്ലാസ് പോവുക, പ്രാക്ടീസ് ചെയ്യുക, കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യുക, അത് സത്യം പറഞ്ഞാല് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. പ്രത്യേകിച്ച് ഡാൻസേഴ്സിന് അത് അറിയാൻ പറ്റുമായിരിക്കും. നിങ്ങൾ കലോത്സവത്തിന്റെ ടൈമിലായാലും അല്ലാതെ സാറ്റർഡേ സൺഡേ ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോഴായാലും നിങ്ങൾക്ക് ഒരുമാതിരി ഭയങ്കര സന്തോഷമായിരിക്കും. പ്രത്യേകിച്ച് കലോത്സവം, ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പിള്ളേർക്ക് കൂടുതലും ഇഷ്ടം ഡാൻസ് ക്ലാസ്സിലൊക്കെ പോകാനാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതലും ഇഷ്ടം ഡാൻസ് ക്ലാസ്സിൽ പോകാനാണ്. മറ്റത് വെക്കേഷൻ ആയപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ് മീൻസ് അതായത് എല്ലാ വീക്കിലും ഡാൻസ് ക്ലാസ് ഉണ്ടാവുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷെ ഇപ്പൊ സ്കൂളിൽ പോകുമ്പോ അറിയില്ല എന്തൊക്കെയോ പോലെ. ഇന്ന് സ്കൂളിൽ ചെന്നിരുന്നപ്പോ എനിക്ക് ഡാൻസ് ക്ലാസ് ഒക്കെ ഓർമ്മ വരിക. അങ്ങനെയായിരുന്നു. ഫസ്റ്റ് ഡേ സ്കൂളിൽ ചെന്നിരുന്നപ്പോ ഞാൻ അങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്ന ടൈമില്, മറ്റേ ഞാൻ വീട്ടിലുണ്ടാവുന്ന ടൈമിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ കുറച്ചു നേരം ഫോൺ നോക്കി റീൽസ് നോക്കിയിരിക്കും, അല്ലെങ്കിൽ പുതിയ ഡാൻസ് എന്തെങ്കിലും കൊറിയോ ചെയ്യും. സത്യം പറഞ്ഞാൽ അതൊക്കെ എനിക്ക് മിസ് ചെയ്യുന്ന പോലെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. ഫസ്റ്റ് ഡേ തന്നെ പോയപ്പോ എനിക്കാണ് തോന്നി. ലഞ്ച് ബ്രേക്ക് ഒക്കെ ആയപ്പോഴും ഫുഡ് കഴിക്കുന്ന സമയത്ത് എനിക്ക് അതൊക്കെ ഓർമ്മ തന്നെ. ഡാൻസ് ക്ലാസ്സിൽ പോകുന്നതും ഡാൻസ് ക്ലാസ്സിൽ അവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്യുന്നതും പിന്നെ വീട്ടിൽ വെറുതെ ഫോൺ നോക്കിയിരിക്കുന്നതും റീൽസ് പ്രമോഷൻ വരുമ്പോ ഡ്രസ്സ് അയക്കുമ്പോൾ നമുക്ക് എന്തായാലും പുതിയ ഡാൻസ് കൊറിയോ ചെയ്യണല്ലോ, അപ്പൊ അതൊക്കെ കൊറിയോ ചെയ്യുന്നതും എന്റേതായിട്ടുള്ള കുറച്ച് ടൈം എനിക്ക് മിസ് ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ പിന്നെ ഇപ്പൊ ശരിയാണ്, ഇപ്പൊ ക്ലാസ്സിൽ എന്തായാലും പോയി തുടങ്ങിയിട്ടുണ്ടാവില്ല. സത്യം പറഞ്ഞാൽ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ബോറടിക്കുക ചെയ്യും. ഇപ്പൊ ഫസ്റ്റ് ഡേ പോയുണ്ടാവും. ഇനിയിപ്പോ ക്ലാസ് ഒക്കെ തുടങ്ങിയാൽ എന്തായാലും നമുക്ക് എക്സാംസ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ അതൊക്കെ ഞാൻ എനിക്ക് പ്രത്യേകിച്ചും പറയാനുള്ളത്. എന്റേതായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് സമയങ്ങൾ എനിക്ക് മിസ് ചെയ്യുന്നപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുമ്പോഴായിട്ടായിരുന്നു ആ ഒരു ഹാപ്പിനെസ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ റീൽസ് എടുക്കുന്നതും ഒക്കെ എനിക്കൊരു മിസ്സായ പോലെ ഉണ്ട്. മറ്റേ നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ നമുക്ക് ചില്ല് ചെയ്യുന്ന കാര്യങ്ങളല്ലേ ചെയ്തുകൊണ്ടിരിക്കുക. സ്കൂളിൽ പോയി രാവിലെ നേരത്തെ സുഖമുള്ള പരിപാടിയൊന്നും അല്ലല്ലോ. അപ്പൊ അതൊക്കെയാണ്. അത് ശരിയായിക്കോളും, അപ്പൊ അതുപോലെ ശരിയായിക്കോളും. ഇപ്പൊ ഫസ്റ്റ് ഡേ ഇപ്പൊ KG-യില് എനിക്ക് അങ്ങനെ ആയ ഒരു ഡൗട്ട്. എനിക്കിപ്പോ അത് പറഞ്ഞു തന്നപ്പോ അങ്ങനെ തോന്നണം. ഇപ്പൊ KG-യില് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ നമുക്ക് ഡെയിലി ലൈഫിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് സ്മീ ഡാൻസ് സയൻസ് ബൈ ഉമ്മ.